നമസ്കാരം. ബക്കറ്റിലെ വെള്ളവും കടലിലെ തിരയിളക്കവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന സമിതിയുടെ ഘടന കണ്ടപ്പോൾ ഫേസ്ബുക്കിൽ പത്മകുമാർ സഖാവ് എഴുതി, ചതി, വഞ്ചന, അവഹേളനം. 52 വർഷത്തെ ബാക്കി പത്രം. ലാൽസലാം. പാർട്ടിയാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കളഞ്ഞുവെന്ന് വെച്ച് തിരയൊന്നും ഇളകാൻ പോകുന്നില്ലെന്ന് പത്മകുമാർ സഖാവിനും അറിയാം. എന്നാൽ ബക്കറ്റും കടൽ വെള്ളവും രൂപകങ്ങൾ വഴി മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളണം. അതേ പത്മകുമാർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജ് സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി എത്തിയതിനോടാണല്ലോ പത്മകുമാറിന് പൊരുത്തപ്പെടാനാവാതെ പോയത്. വീണില്ല, കാലൊന്ന് തട്ടി. അതല്ല വീണ. വീണ ജോർജ് ക്ഷണിതാവ്. എതിർപ്പ് പരസ്യമാക്കി സമ്മേളന നഗരി വിട്ട് എ പത്മകുമാർ. അവൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നത്? എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. CPM ആകുന്നൊരു സമുദ്രം, ആ സമുദ്രത്തിൽ നിന്ന് പത്മകുമാർ ആകുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. തിര അപ്പം അവസാനിക്കും ബക്കറ്റിനകത്ത് കയറി കഴിയുമ്പോൾ. ആ ബക്കറ്റ് നീല ബക്കറ്റ്, നല്ല ബക്കറ്റ് അത് പോയല്ലോ. ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു എന്നുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇപ്പോൾ KP ഉദയഭാനുവും രാജു എബ്രഹാമും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നു. തർക്കമില്ല, നമുക്കാർക്കും തർക്കമുള്ളതല്ല. പക്ഷേ ഇന്ന് വരെ സംഘടനാ രംഗത്തൊരു കാര്യവും ചെയ്യാത്ത വീണ ജോർജ്, അവർ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരാൾ 2 പ്രാവശ്യം MLA ആവുന്നു, പെട്ടെന്ന് തന്നെ മന്ത്രിയാവുന്നു. അവർക്ക് കഴിവുള്ള സ്ത്രീയാണ്. ആകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നടന്ന നേതാവാണ് സർ സഖാവ് പിണറായി വിജയൻ. അവരെ പോലൊരാളിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കുമ്പോൾ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പോലെ ഉന്നതമായൊരു ഘടകത്തിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ആളുകൾക്ക് അതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ തുറന്നു പറയേണ്ട ഒരാളെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. മന്ത്രി ആയതുകൊണ്ടാണ് വീണ ജോർജ് സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി എത്തിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. അല്ലെങ്കിൽ തന്നെ 52 വർഷത്തെ സീനിയോറിറ്റിയുള്ള പത്മകുമാർ ഇപ്പോഴും കടൽ വെള്ളം ബക്കറ്റ് മുക്കി എടുക്കാൻ നോക്കുകയാണ്. അതും മറ്റുള്ളവർ ഈ കടലിലൂടെ കപ്പലൊട്ടിക്കുമ്പോൾ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അതല്ല, എൻ്റെ 52 വർഷത്തേക്കാൾ വലുതാണ് അവരുടെ 9 വർഷം. അവരെന്നേക്കാളൊക്കെ എത്രയോ കഴിവുള്ള സ്ത്രീയാണ്. അപ്പം അതുകൊണ്ടാണെന്ന് കരുതുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു കാര്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാര്യമല്ല. കാരണം പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്. സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മന്ത്രിയായിരുന്നു, കണ്ണൂർ ജില്ലയാണ്. ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? സീനിയോറിറ്റി മാത്രമല്ല മാനദണ്ഡം എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേട്ടല്ലോ. എന്തായാലും പാർട്ടിക്കകത്ത് പറയേണ്ടത് ഫേസ്ബുക്കിലൂടെ പറയുകയും ധ്വനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഈയിടെ. എവിടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കണ്ടേ, പിന്നാലെ നിഷേധവും വരും. കണ്ണൂരിൽ നിന്ന് P ജയരാജനു വേണ്ടി മകൻ, N സുകന്യ, തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ സമ്മേളന സമാപന ദിവസം വെറുതെയൊന്ന് FBയിൽ കയറിപ്പോയതാണ്. തീർച്ചയായിട്ടും പാർട്ടി ഘടകത്തിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലാണ് അത് കൊടുത്തത്. അത് നന്നായി. അച്ചടക്ക നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. അത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബാധകമാകണം. അത്രയേ ഉള്ളൂ. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. വേറൊരാളാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയെങ്കിൽ നടപടി എടുക്കണമെന്ന് ഞാൻ തന്നെ ആദ്യം ആവശ്യപ്പെടും. അടിപൊളി. ആ നിലപാട് സ്വീകരിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഞാനിവിടെ ബ്രാഞ്ചിൽ നിൽക്കാൻ എന്നെ തരം താഴ്ത്തുവോ അങ്ങനെ തരം താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ മറ്റേ
നെല്ലിപ്പലക കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകാൻ ഒക്കത്തില്ലല്ലോ. നെല്ലിപ്പലകയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ നെല്ലിപ്പലകയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ പുറത്താക്കൽ നടപടിയാണ്. ഞാൻ പോലീസ് കോൺസ്റ്റബിളാണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പത്മകുമാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പ്രതികരിക്കരുത്. പെട്ടെന്നുള്ളൊരു വികാരമായിരിക്കും, സ്പർ ഓഫ് ദി മൂവ്മെന്റ് ആയിരിക്കും. ബാലേട്ടൻ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അത് ഇന്നലത്തെ ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പാർട്ടി സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചാലും സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മനസ്സ് പലപ്പോഴും പതറിപ്പോകും. അതല്ല നിങ്ങളോട് പറയുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പത്മകുമാറിന്റെ വിമതസ്വരം കണ്ട് നമ്മുടെ പപ്പേട്ടനെ സന്ദർശിക്കാൻ ആദ്യം അങ്ങോട്ട് വെച്ച് പിടിച്ചവർ BJP ജില്ലാ നേതാക്കളാണ്. SDPIയിൽ പോയാലും BJPയിലേക്കില്ല എന്ന് പറഞ്ഞതോടെ BJP ചോദിച്ചു വാങ്ങി പത്മകുമാറിൽ നിന്ന്. CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ A. പത്മകുമാറിനെ ഒപ്പം കൂട്ടാൻ BJP ശ്രമം. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിലെത്തി കണ്ടു. ഇട്ടിവെട്ട് സാധനം വളഞ്ഞത് തന്നെ. അദ്ദേഹത്തെ പോലുള്ള വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് BJPയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും BJPയിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾഡിക്കാൻ നോക്കിയതാ. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ കേട്ടു. എൻ്റെ വീടിൻ്റെ പടവ് കൊടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് കിട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ അത്താഴം കഴിക്കാമെന്ന് അവർ വിചാരിച്ചു കാണും. ഒരു വഴി നോക്കണ, ഇത് വഴിയല്ലല്ലോ, അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. BJPക്കാർ ഇവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അവരിവിടെ വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഒന്ന് രണ്ട് ഇവിടെ എത്രയോ പേര് വന്നവരെയൊക്കെ ഞാൻ ചിരിച്ച്. ഈ എൻ്റെ വീടിനെ സംബന്ധിച്ച് പഴയ ആളുകൾക്കറിയാം. ഇതിപ്പോൾ എൻ്റെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ്. അങ്ങനൊരു എൻ്റെ വിളക്കത്ത് അവർ ഇച്ചിരി ചോറുണ്ടെന്നെങ്കിൽ ഉണ്ടോട്ടെ, കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചാൽ അതിന് വേറെ എന്താ. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ നോക്കി. പിന്നെ 7:15 മണിക്ക് ഞാനപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വന്നു, ഞാനുമായി ചർച്ച നടത്തുന്നു. അകത്തടച്ച മുറിയിൽ ചർച്ച എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. ആരും അയാളെ ക്ഷണിച്ചില്ലല്ലോ. SDPI പോയാലും ശരി, BJP പോകത്തില്ല. അയാൾക്ക് പോകുന്ന SDPI തന്നെ നല്ലത്. ഞങ്ങളാരും ചോദിച്ചോ? രാഷ്ട്രീയ അല്പത്വത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കിപ്പോൾ ആളെ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടുന്ന പാർട്ടിയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. എത്ര പേര് വരാനുണ്ട് നോക്കിയിട്ടേ ആളെ എടുക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു ഗതി ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ആരും ക്ഷണിച്ചില്ലെന്ന് ഞാനല്ലേ ക്ഷണിക്കേണ്ടത്. പാർട്ടിയുടെ സംസ്ഥാനത്ത് നിന്ന് ആരും ക്ഷണിച്ചിട്ടില്ല. ഞാൻ ക്ഷണിച്ചിട്ടില്ല, എൻ്റെ സഹപ്രവർത്തകർ ആരും ക്ഷണിച്ചിട്ടില്ല. അച്ഛനിങ്ങ പോരെ, നമ്മുടെ PV അൻവറും പത്മകുമാറിനെ വിളിച്ചു. എന്തിനാണെന്ന് പത്മകുമാറിനും അറിയില്ല. തൃണമൂലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാനായിരിക്കും. PV അൻവർ എന്നെ വിളിച്ചു. എനിക്കൊന്ന് കാണണം. അയക്കുന്നതിന് എന്നെ കാണുന്നത്. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. അൻവറിനെ പോലെ ഒരാളുടെ ധാരണ എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അയക്ക് എന്താ അറിയാവുന്നത്? അപ്പോൾ അൻവർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു കൂട്ടിയതുപോലെ ഞാനും കാണിച്ചു കൂട്ടണമെന്നാണോ അയാൾ ആഗ്രഹിക്കുന്നത്? അപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല. തൽപരകക്ഷിയല്ല. ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയത് വലിയ വാർത്തയായല്ലോ. നമുക്കൊന്നും കണ്ടുപരിചയമുള്ള ഒന്നല്ല ഈ അപൂർവ കൂടിക്കാഴ്ചയും ചർച്ചയും. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രദ്ധാപൂർവം കേട്ടു. പ്രഭാത ഭക്ഷണത്തിന് ആതിഥ്യം വഹിക്കാൻ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് മാഷും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ചർച്ചയുടെ ഫലത്തെക്കുറിച്ച് തോമസ് മാഷിന് ഉറപ്പൊന്നും ഇല്ലെങ്കിലും പ്രഭാത ഭക്ഷണത്തിൻ്റെ മെനു മനപ്പാടമാണ്. കാസ് പണം കൊട്ട് മണി മണി, കാസ് പണം കൊട്ട് മണി മണി, കാസ് പണം കൊട്ട് മണി മണി. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അല്ല മാഷെ, എന്തൊക്കെ വിഷയങ്ങൾ പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. എടാ പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ
അവരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യ. ഓ അത്രേ ഉള്ളൂ. അതിന് നീ എന്തിനാ ചൂടാവണത്? അക്കാര്യം ഞാനേറ്റു. നായരേട്ടാ ഒരു 2 കുറ്റി പുട്ട്. പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. നിർത്തടാ പുല്ലേ, അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിലാരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ തീറ്റി പണ്ടാരം. പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അല്ല പൊറോട്ട കഴിക്കും. ഇത് ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സൗഹൃദപൂർവമായ ഒരു കൂടിക്കാഴ്ചയും കാപ്പുകൂടിയും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഒരു പുഴുങ്ങിയ പഴം കൂടി ഉണ്ട്, ഗംഭീരായി. ഇവന്റെ ഒരു കാര്യം, പഴമൊന്നും വേണ്ട, മുട്ട മതി അല്ലേ ഏട്ടായി? രണ്ടു ആയിക്കോട്ടെ. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും കാണണം. ആ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം. അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അനിവാര്യമാണ്. പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. കേട്ടടാ, വയറ് നിറച്ച് കുത്തി കയറ്റും. കഴുതകളെ ഞണ്ണിക്കൊണ്ടിരിക്കാണ്ട് നമ്മൾ ഇവിടെ വന്ന് കാര്യങ്ങൾ നടത്താനുള്ള വഴികൾ ആലോചിക്കും. അത് ഇതിന്റെ ഇടയിൽ ആലോചിക്കുന്നുണ്ടല്ലോ. അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണെന്നാണ് ഔദ്യോഗിക പത്രക്കുറിപ്പ്. അവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഡീറ്റെയിൽസ് എങ്കിലും കിട്ടിയല്ലോ, ആശ്വസിക്കാം. അല്ലാതെ ചർച്ചയെക്കുറിച്ച് 2 വരി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ളതൊക്കെ ഇനി കൃത്യമായി പറയേണ്ടത് മുഖ്യമന്ത്രി. കുട്ടിച്ചാച്ചെന്ന് ചോദിക്കേ. ഈ അപൂർവ കൂടിക്കാഴ്ച കണ്ടപ്പോൾ വൈറ്റ് ഹൗസിൽ അടുത്തിടെ നടന്ന മറ്റൊരു കൂടിക്കാഴ്ചയാണ് KC വേണുഗോപാലിന് ഓർമ്മ വരുന്നത്. അല്ല, ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ ആവാതിരുന്നാൽ മതി. അതേ നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ. മോദി ട്രംപ് അല്ല, ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ ആവാതിരുന്നാൽ മതി. എന്റെ അളിയനെ തൊട്ടവൻ ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ല്. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായി? KC വേണുഗോപാൽ ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തെ കുറിച്ച് നല്ല ഉത്കണ്ഠയുള്ള ഒരാളാണ്. 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ പ്രഥമ ഗണനീയനായിട്ടൊരു വ്യക്തിയാണ് താനെന്നും സതീശിനേക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും കെ സുധാകരനേക്കാളും ശശി തരൂരിനേക്കാളും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് ഞാനാണ് എന്നുള്ള സന്ദേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനൊരു കളിയുണ്ടോ? എന്നത് പറയണ്ടേ? ഇത് ഞാൻ നോക്കിക്കോളാം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. തന്നെ എനിക്ക് തോന്നി, എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. എന്റെ ദീർഘകാലത്തെ സുഹൃത്തും സതീർത്ഥനും ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ്. ഒരു കൂട്ടുകാരനെ തല്ലിയ അത്രേ ഉള്ളൂ. KV തോമസിന് യാത്രാബദ്ധയും ലക്ഷം ശമ്പളം നൽകുന്നതും ദൂർത്തായിട്ടാണല്ലോ പലരും കാണുന്നത്. ഈ ലക്ഷങ്ങൾ തോമസ് മാഷിന് വാരിക്കോരി നൽകുന്നതിനെ G. സുധാകരൻ സഖാവും ചോദ്യം ചെയ്യുന്നു. ലക്ഷങ്ങൾ വാരിക്കൊടുത്താൽ എന്താ? തോമസ് മാഷിന് ഡൽഹിയിൽ പലതും ചെയ്യാൻ പറ്റും. തീൻമേശ നയതന്ത്രത്തിലൂടെ. ഡൽഹിയിൽ ഇരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? മനുഷ്യന് ഇത്ര ആക്രാന്തം പാടില്ല. ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? അതിപ്പോ നമ്മുടെ ജനാധിപത്യത്തിൽ ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്ത അതിൻ്റെ വഴിക്ക് പോകും. എല്ലാ അഭിപ്രായങ്ങളും കേട്ട് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും എത്ര അറ്റാക്ക് ഉണ്ടായാലും വിമർശനങ്ങൾ ഉണ്ടായാലും ഒരിക്കൽ സത്യം പുറത്തു വരും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അജകള സ്ഥാനം പോലെയുള്ള KV തോമസിനെ പോലെയുള്ള ആൾക്കാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ. അജകള സ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആടിന്റെ കഴുത്തിൽ പാലും കിട്ടൂല, ഒരു പ്രയോജനവും ഇല്ല. ഇയാളെ വെച്ചിരിക്കുകയാണ് അവിടെ. ആ കോൺഗ്രസ്സിൽ എടുക്ക ചരക്കായിരുന്ന ഒരു നയ പൈസയുടെ ഗതിയില്ലാതെ നടന്നിരുന്ന ഒരാളെ 10-25 ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ വെച്ചിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി കൂടെ പോകാനോ? ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും.